നമ്മുടെ വെമ്പാല വെള്ളം മുങ്ങിപ്പോയി. എന്ത് ചെയ്യും? അത്രേ ഉള്ളു. എത്ര വെള്ളമുണ്ട് കണ്ടോ? അപ്പോൾ നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടോട്ടുള്ള വഴി ചെയ്തത് ഇത്രയും വെള്ളമുണ്ട്. നല്ല ഉച്ചമല്ലേ ഇവിടെ വെള്ളം കറന്നുണ്ടെങ്കിൽ. തെറിപ്പിക്കാതെ വെള്ളം തെറിപ്പിക്കല്ലേ അങ്ങോട്ട് തന്നെ കളിക്കാം. റോഡിൽ തന്നെ ഇറങ്ങാം. മഴ നിർത്താം. കാല് താത്തൊക്കെ ഇതേന്ന് ഇവിടെ എല്ലാം വെള്ളം കയറി ഉണ്ടോ. അപ്പോൾ ഞങ്ങളിവിടെ 1-ാം തീയതിയാണ് വെള്ളം കയറി തുടങ്ങുന്നത്. 1-ാം തീയതി മുതൽ വെള്ളം ഏകദേശം 6-ാം തീയതി വരെയുള്ള കാഴ്ചകളാണ് ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത്. കറണ്ടിൻ്റെ പ്രശ്നങ്ങളും മറ്റും ഉള്ളതുകൊണ്ടാണ് വീഡിയോ കറണ്ടെല്ലാം വെള്ളമൊക്കെ താന്നിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് ചെയ്യും. ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. 4 ദിവസം കറണ്ടില്ല. 4 ദിവസം ഇവിടെ കറണ്ട് വന്നത്. പിന്നെ തൊട്ടടുത്തൊരു വീടുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും നമ്മൾ പോയി എടുത്തൊക്കെ റീചാർജ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒഴുകാൻ പോകുന്ന സമയത്തൊക്കെ എടുത്ത കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിതിനെന്തി ആ അവനെ മുങ്ങാം. ഇച്ചിരി ആയിട്ട് അവന് പനിയുണ്ടോ അവന്? അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് നടന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. തിരിച്ചപ്പോഴേക്കും വെള്ളം നല്ലതായിട്ട് കൂടി. ഒരു ചെങ്ങാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെങ്ങാട ഉണ്ടാക്കില്ല, അതിനുള്ള സെറ്റാക്കുന്നേ ഉള്ളൂ. പിണ്ടിയെല്ലാം വെട്ടി അടുപ്പിച്ച് വെച്ചേക്കുക. ചവിട്ടാ അച്ഛൻ പിടിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളെ ജംഗ്ഷനായി കാണുന്നത് കണ്ടോ കയറി. ഇത് നമ്മുടെ 2018 അത്രയും വെള്ളം വന്നിട്ടില്ല. പക്ഷേ 2019 ആ വെള്ളപ്പൊക്കത്തിന് അത്ര ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ആ ഒരു 3/4 അടിയോളം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിനൊക്കെ വെള്ളം കയറും. അപ്പം വെള്ളം ഇരുത്തിയിട്ടൊന്നുമില്ല. വെള്ളം എപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. ഫുള്ള് വെള്ളം അവിടെ എല്ലാം ഫുള്ള് വെള്ളം. നല്ല അവിടെ റോഡിലൊന്നും വെള്ളം നിലയൊന്നും കാണത്തില്ല. നില കാണുന്ന അത് നമ്മളെ ഉള്ളൂ. ഇവനെ വീട്ടോട്ട് വേണം ഇറങ്ങി. ഇവനെ കൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നേരെ ഇറങ്ങണം കേട്ടോ. ഇടത്തോട്ട് പോലെ ഇടത്തോട്ട് കുഴിയാണേ. റോഡ് സൈഡ് കുഴിയുണ്ട്. റോഡിൻ്റെ ചരിവ. അങ്ങനെ നടക്കെ. വെള്ളം ഇപ്പോൾ ഇതുവരെ താന്നിട്ടില്ല. വെള്ളം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അറിയത്തില്ല. ലൈനെല്ലാം കറണ്ട് ഓഫാക്കിയിട്ടേക്കുക. ഇനിയിപ്പം വെള്ളം താഴെ കറണ്ട് വരും. കിടക്കൊക്കെ കറണ്ടും പോട്ടെ. വെള്ളം താന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ താന്ന് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പം മഴയും വെള്ളമൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടത്തേക്ക് വെള്ളം താഴുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് 2 ദിവസം എടുക്കും വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി മാറണമെങ്കിൽ. നീന്തിക്കോ. ജംഗ്ഷനിലല്ലേ ഇത്രയുള്ളൂ. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് സമയം ഇപ്പം ഏകദേശം ഒരു 1:15 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1 അടിയോളം വെള്ളം അടുത്തോളം ഇപ്പോൾ കയറിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് ശേഷം. വെള്ളത്തിൻ്റെ വരെ ഇതുവരെ നിലച്ചിട്ടില്ല. നല്ല ഒഴുക്കുമുണ്ട്. അത് ശരിക്കും ഇന്നലെ ഉച്ച വരെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം വെള്ളം ഇങ്ങനെ പതുക്കെ കയറി തുടങ്ങി. പിന്നെ പെട്ടെന്നായിട്ട് 2:30-3 മണി സമയത്ത് വെള്ളം കൊണ്ട് കയറി. പിന്നെ പെടാന്നും പറഞ്ഞാൽ കയറി വന്നത്. ഇവിടെ
സാംസ്കാരിക നിലയത്തിനകത്തെ കസാരയിൽ ഒഴി നടക്കുക. കുഴപ്പമൊന്നുമില്ല, സാധനമെല്ലാം ഒഴുകി നടപ്പുണ്ട്. എല്ലാം പൂട്ടിയിട്ടൊന്നും പോകത്തില്ല. ഇവിടെ 6 രൂപ പോത്തിനെ കെട്ടി. എനിക്ക് നമ്മൾ അവിടുത്തെ എന്താ പറയാൻ തോന്നുന്നു, പോത്തിനെ കെട്ടി. ഇത് അംഗൻവാടിയിലും പോട്ടെ, അത് കുട്ടൂനൊക്കെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ ഇതില്ലേ ഈ വണ്ടി റോഡ് റോളർ, ഈ അമ്മാവൻ വണ്ടി, ഇത് ഇന്നലെ ആ വെള്ളത്തിൽ ഓടിച്ചു വന്നു. ഇത് ഇന്നലെ നിങ്ങളെ കാണിക്കും. പൂപ്പിയേ കണ്ടോ, പൂപ്പി കഴിച്ച പൂപ്പി. അപ്പോൾ ഇന്ന് വെള്ളം കയറിയിട്ട് 3-ാം ദിവസം. 3 ദിവസമായിട്ട് ഇത് ഈ ഒറ്റ ലെവലിൽ നിൽക്കുക. ശരം താഴുക, കയറുക. ഇന്നലെ രാവിലെ താഴ്ചയിട്ട് വൈകിട്ട് കയറി. ഇങ്ങനെ തന്നെയുള്ള അവസ്ഥ. അപ്പോൾ ആ കാണുന്ന നമ്മുടെ വഴിക്കകത്ത് എനിക്ക് കഴുത്തറ്റം വെള്ളമുണ്ട്. ഏകദേശം ഒരു 5.5 അടിയോളം വെള്ളമുണ്ട് ആ വഴിയിൽ. ഞങ്ങളുടെ ഇവിടെ എല്ലാ വീട്ടിലും കയറി. ആ കാണുന്ന വീട്, അവിടെ ഈ വീടിനകത്ത്, ഈ വീട് ഇതിന് പുറകിലുണ്ട്. ഞങ്ങളുടെ വീടിനകത്ത് കാല് തന്നെയുള്ള വെള്ളമുണ്ട്, കാൽപ്പത്ത് മുങ്ങും. ഇതിലൊക്കെ കറക്റ്റ്, അതായത് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥയാണ്. ഇത്ര 3 ദിവസമായിട്ട് നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ തന്നെ കിടക്കും. ഇച്ചിരി താഴും, കയറും, ഇങ്ങനെ തന്നെ. അപ്പോൾ ഉള്ളോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഞാൻ വെള്ളം കാണിച്ചു തരാം. ഇവിടുത്തെ വഴിയിലെ വെള്ളം. ഇവിടെ എനിക്ക് ഇത്രയും വെള്ളമുണ്ട് ഞങ്ങളുടെ വഴിക്ക്. വീടെല്ലാം സെറ്റായി കിടക്കും. അടിയിലത്തെ ഒഴുക്ക ഇതൊക്കെ കഴിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കയറാൻ വരുന്നുണ്ട്. മറ്റേ നല്ല അടിയൊഴുക്കാം. മുകളിൽ കാണുമ്പോൾ ഒഴുക്കാണല്ലോ, പക്ഷെ നല്ല ഒഴുക്ക. അങ്ങോട്ട് വരാം. ഇപ്പത്തോ ആ അത് തന്നെ, ആ വഴി. അപ്പം വെയിലുറച്ചിട്ടുണ്ട്. വെയിലിറക്കുവാണെങ്കിൽ ഒരാശ്വാസം. റൊണാൾഡോയും മെസ്സിയും നെയ്മറും എല്ലാം വെള്ളത്തിലുണ്ട്. ആരും പോയിട്ടില്ല അല്ലേ? ആരും പോയിട്ടുണ്ട്. അത്യാവശ്യം ഒഴുക്കുണ്ട്. നമ്മളാണ് അവിടെ വലയിട്ടിട്ടുണ്ട്. അവിടെ മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇന്നലെ രാത്രിക്ക് മതിലെ മണ്ടയ്ക്ക് കയറിയാണ് കേട്ടോ. വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ഇതിന് മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട് കണ്ടോ. കവർ ചെയ്തിട്ടുണ്ട്. ഒരു പൊടിക്ക് വല്ല നാണെങ്കിലേ ഉള്ളൂ, ലക്ഷണമൊന്നും കാണുന്നില്ല. വെള്ളം സാധനം താന്നിട്ടുണ്ടെങ്കിൽ വെള്ളം നിലച്ച് കഴിഞ്ഞാൽ താഴുമ്പോൾ ഒരു മാർക്കിങ് വീഴും. അതങ്ങനെ മാർക്കിംഗ് ഒന്നും ഈ മതിലേലോ ഭിത്തികളിലോ ഒന്നും കാണുന്നില്ല. മലയുണ്ടെന്ന് തോന്നുന്നു. മലയുടെ കമ്പവിടെ കാണുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അറിയാമല്ലോ വെള്ളം താന്നിട്ടുണ്ടോ ഇല്ലോ. പേഷ്യൻ്റ് അവിടെ പറ്റ നീക്കുക കണ്ടോ. ആ ഇന്നലെ വെള്ളം കയറിയാ. നമ്മളെ വൈകിട്ട് നമ്മൾ വെള്ളം കയറിയായിരുന്നു. ആ വൈകിട്ട് വെള്ളം കയറുന്നുണ്ടായിരുന്നു. മലയൊന്ന് പൊക്കി നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇന്നലെ കറണ്ട് വന്നു ഇവിടം വരെ. അപ്പോൾ നമ്മുടെ വീട് നല്ല അപ്പുറത്താണ്, അവിടെ ആ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ കറണ്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു. ഫോണും എമർജൻസി എല്ലാം കുത്തിയിടാം. പിന്നെ മോഡത്തിൻ്റെ ഒരു UPS ഉണ്ട്, അതിനെ ജാതി തീർന്നു. അപ്പോൾ അതും കുത്തി ഇടണം. അത് കുത്തിയിട്ടില്ല, അങ്ങ് പോകണം. ഇപ്പോൾ വെള്ളത്തിനിപ്പോൾ ചെറിയൊരു ഇറക്കമുണ്ട്. എങ്കിലും ഇവിടെ
വീടുകളെല്ലാം വെള്ളമാണ്, കുടിക്കാനുള്ള വെള്ളത്തിനും എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ തന്നെ പാലമായതുകൊണ്ട് അവർ അപ്പുറത്തുനിന്ന് ഈ സാധനം ഇതിൻ്റെ ബോട്ടും എല്ലാം പൊക്കിക്കൊണ്ട് ഇപ്പുറത്ത് വെച്ച് അതിൻ്റെ മോട്ടറും കാര്യങ്ങളിലൂടെ കൊണ്ടുവച്ച് ഇനിയെല്ലാം സെറ്റ് ചെയ്യുക. ഇവിടെ ബോട്ട് വന്നിട്ട് സാധനം എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇപ്പുറത്തൊരു സൈഡാണ്. ഇവിടെ റോഡിൽ ഇത്രയും വെള്ളമുള്ളൂ, ശാലം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ആറിൻ്റെ തൊട്ട് സൈഡാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വീടുകളിലൊന്നും അധികം വെള്ളം കയറത്തില്ല. ഈ വീട്ടിൽ കയറിയിട്ടുണ്ട്, ഇത് താന്ന്. അത് അപ്പുറത്തൊക്കെ വീടുണ്ട്, അവിടെ ഒന്നും കയറിയിട്ടില്ല. ഇവിടെ നല്ല ഒഴുക്കാണ്. ഇവിടെ ആറ്റിൽ നിന്നുള്ള തള്ളലായി കാണുന്നത്. അപ്പോൾ ഒന്ന് ആറിൻ്റെ സൈഡിലുള്ള വീടുകളൊക്കെ ഒന്നും അധികം കയറിയിട്ടില്ല. ഇതിപ്പോൾ ചെളിയായിട്ട് കിടക്കാണ് ഇവിടെയൊക്കെ അല്ലേ? നാളെ കാലെടുത്തോണ്ട് പോകുന്നത്. കാല് പറഞ്ഞു പോകുന്നുണ്ട്. അവരവിടെ ഉണ്ടോ? അവിടെ ഇത് ആറ്റി നല്ല ഒഴുക്കാം. ഇവിടെ നമ്മളിവിടെ തൂത്തുകൊണ്ട് പോകും. ഒഴുക്കിച്ചിരി കുറഞ്ഞിട്ടാ. മതിൽ വെള്ളം കാരണം മതിൽ താഴെ കിടക്കുന്നത്. ഈ ഒഴുക്ക് നേരെ ആ വീടിനെ ബാധിക്കും കണ്ടോ. പഴയ വീടുകൂടല്ല അത്. വെള്ളം കയറി ഇറക്കലാറില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് 5-ാം തീയതി. ഇപ്പോൾ സമയം രാവിലെ 9 മണി. വീട്ടിൽ വെള്ളമെല്ലാം ഇറങ്ങി. നല്ല വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി. അതിനകത്തൊക്കെ ഉണ്ടായിരുന്നെല്ലാം അത്യാവശ്യമൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കുക. കിണർ മുങ്ങിപ്പോയെന്ന് കണ്ട് ഇപ്പോൾ തെളിഞ്ഞു. രാവിലെ കിണർ മണ്ടയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ തെളിഞ്ഞു. 4 ദിവസമായി കറണ്ട് പോയിട്ട് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. തൊട്ടപ്പുറത്ത് കറണ്ട് വന്നതുകൊണ്ട് അവിടെ പോയി ഫോണും എല്ലാം ചാർജ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ വെള്ളത്തെ ഇത്ര ഇറങ്ങി വന്ന് ഇന്ന് കറണ്ട് വരുമെന്ന് പറയുന്നു. മെസ്സേജൊക്കെ ഉണ്ട്. ഇന്ന് അവർ KCBക്കാർ വരുമെന്നാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങളൊന്നൊരു മുൻകരുതലായിട്ട് ഫോണൊക്കെ ഒന്നുകൂടെ ചാർജ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ അനിയൻ്റെ വീട്ടിലോട്ട് പോവാം. വെള്ളം രാവിലെ അവിടെ എനിക്ക് ഇവിടെ മുട്ടിന് മൂലം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ വെച്ച് ആ കുഴിയൊക്കെ ഉണ്ട്. നമ്മൾ ജംഗ്ഷനോട് കാണിച്ചേക്കാം. ഞങ്ങളുടെ മെസ്സിയും നെയ്മറും റൊണാൾഡോ ഒന്നും പോയിട്ടില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട് അല്ലേ? മെസ്സി നെയ്മറും റൊണാൾഡോ ഒന്നും പോയിട്ടില്ല, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കല്ലിശ്ശേരി KCB നാളെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കറണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഈ വെള്ളത്തിൽ കൂടെ അവർ കുറ്റൂരിന്നേ വരണം. ഇപ്പോഴും റോഡുകളെല്ലാം വെള്ളമുണ്ട്. അവിടെ വണ്ടി ഇങ്ങനെ വരത്തില്ല. അതിൽ 2 സ്റ്റാഫും എല്ലാം വന്ന് ഇവിടെ എല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അവർ കറണ്ട് തരത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കറണ്ട് വന്ന് നമ്മുടെ വെള്ളമെല്ലാം ഇറങ്ങി എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വഴിയിലെ വെള്ളവും ഇപ്പോൾ ഒരു 2-2.5 അടി വെള്ളമുണ്ട് വഴിയിൽ. വണ്ടി പോകാറായിട്ടില്ല റോഡിൽ കൂടെ ഒന്നും. ഇപ്പോൾ നാളത്തേക്ക് വണ്ടി പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ
വെയിറ്റ് ഷെഡൊക്കെ തെളിഞ്ഞ് സാംസ്കാരിക നിലയത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ഇപ്പോൾ നാളത്തേക്ക് വെള്ളമെല്ലാം മാറും. നാളത്തേക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു 90% വീടുകളിലെ വെള്ളം മാറും. ഇനി 1-2 വീടുകളുണ്ട്. അവിടുത്തെ 1-2 ഒരു 8-10 വീടുകൾ കാണും. അവിടുത്തെ വെള്ളം നാളെ കഴിഞ്ഞത്തേക്ക് ആകത്തുള്ളൂ. ചിലപ്പോൾ മിക്കവാറും നാളെ വൈകിട്ടത്തേക്ക് അവിടുത്തെ വെള്ളം താഴുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ നല്ല ഒഴുക്കായിരുന്നു. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? അപ്പം തന്നെ ഇവിടെ എല്ലാം വെള്ളം ഇറങ്ങി. ഇത്രയും വെള്ളമല്ല കണ്ടോ? നമ്മുടെ ബൈക്ക് പോവാം വേണ്ടപ്പോൾ നമ്മളിന്ന് റിസ്ക് എടുക്കണ്ട. ഇവിടെ ഇവിടെ റിസ്ക് ഇല്ല. റിസ്ക് മാറ്റി അവിടെ ഉള്ളൂ. അമ്പളിയാണ്ടൊക്കെ നമ്മുടെ ശ്രീകുല ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് ഇവിടെ ബൈക്ക് വെച്ചേക്കുന്നത്. ഇതിനി എടുത്തുകൊണ്ട് പോകണം. ഇനി അങ്ങോട്ട് പോയിട്ട് ചക്കശാലക്കട പാലത്തിനോട് കൊണ്ട് വെക്കണം. അപ്പോൾ ഇന്ന് 6-ാം തീയതി രാവിലെ ഇപ്പം 7:50 ഞങ്ങൾ ഇവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങി. ഇപ്പം റോഡിൽ വെള്ളം കാണും. ഈ ഒരു ലെവലാകുമ്പോൾ റോഡിൽ വെള്ളമുണ്ട്. രാവിലെ ഒരു സ്കൂട്ടർ അവിടെ നിന്ന് ഇവിടം വരെ വന്ന്. അപ്പോൾ കിഴക്കൊക്കെ ക്ലിയറായെന്ന് തോന്നുന്നു. ഇവിടം വരെ പോകത്തില്ല, അങ്ങോട്ട് പോകത്തില്ല. റോഡൊക്കെ തെളിഞ്ഞ് ഇത്രയും ഭാഗം തെളിഞ്ഞ് അതുകൊണ്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇന്ന് വൈകിട്ടത്തേക്ക് ഇവിടുത്തെ വെള്ളമെല്ലാം വലി റോഡിലെ വെള്ളമെല്ലാം മാറും. പിന്നെ വഴിയിലേ വെള്ളമുള്ളൂ. നമ്മളെ ജംഗ്ഷൻ നേണ്ട ആ ചേട്ടൻ അവിടെ പോയി പോകുന്നുണ്ട്. അത്രയും വെള്ളമൊക്കെ ഉള്ളു അവിടെ. ഇപ്പോൾ സമയം 6 മണിയായി. ഇന്ന് 6-ാം തീയതി വൈകിട്ട് 6 മണിയായി. അപ്പോൾ നമ്മൾ രാവിലത്തെ ഞാൻ കാണിച്ചായിരുന്നു വെള്ളം എത്രയും മാറിയെന്നുള്ളത്. ഇപ്പോൾ ഇത്രയും വെള്ളം കൂടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഏകദേശം വെള്ളം മാറിയിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്തോ ഒരു അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എന്തോ ശനിയാഴ്ച 5 ഇവിടത്തുള്ളതെന്ന് പറഞ്ഞു. കാരണം വെള്ളം പൊങ്ങാനെന്തോ ചാൻസ് ഉണ്ടെന്നോ. ഇപ്പം നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ക്യാമ്പുകളുള്ളവരൊക്കെ വീടുകളിലോട്ട് വിടുത്തണമെന്നാണ് അറിയിച്ചേക്കുന്നത്.